ഇന്ന് കുറേ കൂട്ടുകാർ ഞങ്ങളുടെ വിദ്യാലയത്തിൽ വന്നിട്ടുണ്ട്. അവരേറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് അവർ വന്നത് ഒരു സവിശേഷ ദിനാചരണത്തിൽ പങ്കെടുക്കാനാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ദിനത്തിൽ കാഴ്ചപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളായ ഞങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രം പഠിക്കുന്നതെന്നറിയാനുള്ള വലിയ ആഗ്രഹത്തിലാണ് ചുടങ്ങമ്പേരി സെൻറ് ജോസഫ് സ്കൂളിലെ മിടുക്കരായ കൂട്ടുകാർ ഇവിടെ വന്നിട്ടുള്ളത്. സയൻസും ഗണിതവും പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്ത് കാഴ്ചയില്ലാത്ത ഞങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാരാകാൻ കഴിയണമെന്ന് വിചാരിച്ചിട്ടാണ് വിഷൻ എംപവർ ആക്സസിബിൾ എക്സ്പീരിയൻസ് സോൺ ആരംഭിച്ചിട്ടുള്ളത്. തൊട്ടറിഞ്ഞും മണത്തറിഞ്ഞും കേട്ടറിഞ്ഞും രുചിച്ചറിഞ്ഞും ശാസ്ത്ര പരീക്ഷണം ചെയ്യുന്ന ഒരു ശാസ്ത്ര ലാബാണിത്. അപ്പോൾ പറഞ്ഞു വന്നപ്പം ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ കാര്യം മറന്നുപോയി. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ CV രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച് നോബൽ സമ്മാനത്തിന് അർഹനായ ഭാരതീയ ശാസ്ത്രജ്ഞനാണെന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. ഇന്ത്യയിൽ നടന്ന സുപ്രസിദ്ധമായ ആ കണ്ടുപിടുത്തത്തിന് ഒരു നൂറ്റാണ്ട് പ്രായമാകാൻ പോകുന്നു. 1928 ഫെബ്രുവരി 28 നോബൽ ജേതാവ് CV രാമൻ, ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ പ്രകാശകിരണങ്ങളുടെ വിസരണ സംബന്ധിയായ തൻ്റെ വിശ്വപ്രസിദ്ധ കണ്ടുപിടുത്തം രാമൻ എഫക്റ്റ് എത്തിച്ചേർന്നത്. 1930 നോബൽ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനാവുകയും ചെയ്തു. ഊർജ്ജതത്വത്തിൽ മാത്രമല്ല, രസതന്ത്രം, ജീവശാസ്ത്രം, ഫോട്ടോണിക്സ്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നീ രംഗങ്ങളിൽ ഈ കണ്ടുപിടുത്തം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏഷ്യയിലെത്തിയ ആദ്യ ശാസ്ത്ര പുരസ്കാരത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതിനായി 1987 മുതൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി രാജ്യം ആദരിച്ചു പോരുന്നു. ചെറുതും വലുതുമായ എത്രയെത്ര കണ്ടെത്തലുകൾ അത് ജനതയുടെ ആരോഗ്യം, സഞ്ചാരം, മറ്റു ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവ ഏറെ സുഖകരവും എളുപ്പവുമാക്കി. ഓരോ കണ്ടുപിടുത്തവും മനുഷ്യരെ അഭിമാനപൂർവ്വം അന്തസ്സോടെ ഈ മണ്ണിൽ ജീവിക്കാൻ പ്രാപ്തനാക്കി. രാജ്യത്തിലെ ശാസ്ത്രരംഗത്തെ കുതിപ്പും കിതപ്പും വിലയിരുത്തുവാനുള്ള വേള കൂടിയാണിത്. ശാസ്ത്രത്തോടുള്ള കടപ്പാട് പ്രകടിപ്പിക്കാനും ശാസ്ത്രബുദ്ധിയുടെ പെരുമയെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള അവസരമാണ് ദേശീയ ശാസ്ത്ര ദിനാചരണം. ഇതിഹാസ കഥകളെ മാറ്റി നിർത്തി വിദ്യാർത്ഥിനി ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തി അഭിമാനബോധമുള്ള പൗരന്മാരാക്കുക, സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന കണ്ടെത്തലുകളിലൂടെ ഒരു ആധുനിക ഇന്ത്യ പടുത്തുയർത്തുവാൻ അവരെ പ്രാപ്തരാക്കുക, ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുക തുടങ്ങിയവയാണ് ശാസ്ത്ര ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെയോടെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ അത്രയും പോലും ഇല്ല, ഞങ്ങളുടെ ഒരു വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണവും. അപ്പം അത്രയും കുറച്ച് കുട്ടികളെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതിനൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അധ്യാപിക അനിത വർഗീസ് സയൻസ് ഫെയർ എന്താ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലേ? ഓരോ ദിവസവും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ശാഖയാണ്. എങ്ങനെയാണ് കോട്ടങ്ങൾ ഉണ്ടാകുന്ന ഈ വളർച്ചയെ മനുഷ്യ നന്മയ്ക്കല്ലാതെ ഉപയോഗിക്കുമ്പോൾ, കേവലം ധനസമ്പാദനത്തിലുള്ള മാർഗമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ കോട്ടങ്ങളും ജനങ്ങൾ അനുഭവിക്കും. ഇതിപ്പോൾ ചികിത്സ വളരെയേറെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. ദൈവവിശ്വാസം കൈവിടാതെ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. ഈ വാക്കുകളിലൂടെ ഞാൻ ഈ പേര് ഉദ്ഘാടനം ചെയ്തതായിട്ട് ആശംസ അർപ്പിക്കാനായി സെന്റ് ജോസഫ് സ്കൂൾ അസിസ്റ്റന്റ് ടീച്ചർ സിസ്റ്റർ ജിഷയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സ്നേഹബഹുമാനപ്പെട്ട വിജയ് സാർ, HM ജിജിൻ ടീച്ചർ, ആശംസകൾ അർപ്പിക്കുന്ന അനിത ടീച്ചർ, പ്രിയപ്പെട്ട ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷമായി തോന്നുകയാണ്. കാരണം ഇത്രയും നല്ല സജ്ജീകരണം ഇവിടെ സജ്ജമാക്കിയിട്ട് ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റാതെ ആസ്വദിക്കാൻ പറ്റാതിരുന്നെങ്കിൽ ഇത് ഞങ്ങൾക്കൊരു നഷ്ടമായിട്ടാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഇന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് നമുക്കിന്ന് നമ്മളിത് അത് ആഘോഷിക്കാനും ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒത്തിരി ടാലന്റ് ആയിട്ടുള്ളവരാണ്. അവരിത് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിവിടെ 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഭാരതം കണ്ട മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായ സർ സി വി രാമൻ തന്റെ മികച്ച രാമൻ ഇഫക്റ്റ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ദിവസമാണ് ഈ മഹത്തായ കണ്ടുപിടുത്തത്തിന്റെ ഓർമ്മയ്ക്കായി. പോസിറ്റീവ് വയറിൽ ഒരു കെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് പോസിറ്റീവ് പറയുന്നത്. കെട്ടിടത്ത് നെഗറ്റീവ്. പോസിറ്റീവ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. സോറി, പോസിറ്റീവ് ഞാൻ കട്ട് ചെയ്തു. അതായത് നെഗറ്റീവ് ഉത്തരാണ് കട്ട് ചെയ്യുന്നത്. കയ്യിൽ സർക്യൂട്ടിലൂടെ പൂർത്തിയായിരിക്കുകയാണ്. ചന്ദ്രൻ സ്വയം കറങ്ങുന്നു. ഇപ്പോൾ ഞാൻ ഭൂമിയും നിജോ ചന്ദ്രനുമാണ്. അപ്പോൾ നമുക്ക് കറക്കം നമുക്ക് കാണാം. ഇത് നേരെയാണ് അഥവാ 16ആണ്. ഓഡിറ്റോറിയത്തിന്റെ 16 ദിശയിലാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ കറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ ഒരു നിശ്ചലമായ വസ്തു അതേ രീതിയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടിയുള്ള ഇത് നോക്കാനുള്ള ഒരു പരീക്ഷണമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു
നോക്കിക്കേ. അടിയിൽ കിടന്ന ബോള് മുകളിൽ വന്നുണ്ടോ? വന്നില്ലേ? വായു ഉള്ളത് കൊണ്ടാണ് ഈ ബോർഡ് താഴെ നിൽക്കുന്നത്. കാരണം വായുവിന് സ്ഥിതി ചെയ്യാൻ സ്പേസ് വേണം. എന്നാൽ ഇതിനുള്ളിലെ വായു പുറത്ത് കളഞ്ഞാൽ വെള്ളം ഇതിനുള്ളിലൂടെ തള്ളിക്കയറും. അടപ്പിൽ ഒരു ഹോളുണ്ട്. ആ ഹോള് റിലീസ് ചെയ്ത് എയർ പുറത്ത് കളയണം. ആ സമയത്താണ് വെള്ളം ഉള്ളിലോട്ട് കയറുന്നതും ബോർഡ് അതിനുള്ളിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. എക്സ്പെരിമെന്റും എല്ലാം കണ്ട് അതുപോലെ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടി. ഇവിടെ കുറെ ഇവിടെ എല്ലാവർക്കും പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളുടെ എല്ലാവർക്കും ഉപകാരമായ ഇതുണ്ട്. കൂടുതൽ കൂട്ടുകാരനെ കിട്ടി. പിന്നെ ഇവിടുത്തെ എക്സ്പെരിമെന്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലാബ് ഒരു അടിപൊളി ലാബാണ്. പിന്നെ എക്സ്പീരിയൻസ് വളരെ ബോട്ട് പാഴ്സലും ഒക്കെ പഠിച്ച് പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എല്ലാം കണ്ട് നന്നായി. പിന്നെ ഇവിടുത്തുള്ള എല്ലാവരും ഞങ്ങളെ പോലത്തെ കുഞ്ഞുങ്ങളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ കുറേ ഇവിടുത്തെ എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കുറെ കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് കുറെ സയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് ഇവിടുത്തെ എല്ലാവരുടെയും കുറെ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളുമായി പങ്കുവച്ചു അല്ലേ? അപ്പൊ ഓരോ സംഗീതകാരനെ പരിപാടിയിൽ വന്നിരുന്നതിന് നന്ദി പറയും. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളുകളിലെ അധ്യാപകരെയും അതുപോലെ പ്രിയ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടെ